ഒരു രഹസ്യം പറയാം. അപ്പം ഞാനും ഓർത്തു എന്ത് ബുദ്ധിമുട്ടാണ് ഡെയിലി ഇങ്ങനെ കറികൾ ഉണ്ടാക്കണം. ഞാൻ പറയണത് മുഴുവൻ കേട്ടെ. നമ്മൾ ചെയ്യാൻ പോണത് ഈ കടച്ചക്കയൊക്കെ ചെത്തുമ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം 2 നോറ്റി ഉണ്ടായത് 1 നമുക്ക് തന്നു. എനിക്ക് ജനസാന്ദ്രത കുറവ് ഇഷ്ടമല്ല. അവർ പറഞ്ഞതിലൊക്കെ അർത്ഥമുണ്ടല്ലോ മോനെ, ആരും അത് ഗവനിക്കൂലായിരുന്നല്ലോ. ഒരു രഹസ്യം പറയാം. എല്ലാ ദിവസവും ഗോതമ്പ് പൊടി നനയ്ക്കുമ്പോൾ ഇച്ചിരി ചിലപ്പോൾ ബാക്കി വരും. അത് ഞാൻ അവിടെ കാക്കയ്ക്ക് വണ്ണാനും കൊടുക്കണത് പിടിക്കാം. അവിടെ ഇരിപ്പുണ്ട്. ഈ ജനലിക്കേക്കൂടി പിടിക്കാവുള്ളൂ. ഞാൻ കൊടുക്കണത് അത് ഒരു തിന്നും സ്ഥിരം. പിന്നെ കഞ്ഞിവെള്ളത്തിൽ ചോറ് കൊടുക്കും. കഞ്ഞിവെള്ളപ്പാത്രം ഒഴിവാക്കുമ്പോൾ ഈ ജനലിലേക്ക് വന്നാൽ മതി. ഇവിടെ നിന്നു അവിടെ ഇട്ട് പിടിച്ചു അവിടെ ആണ്ട് കൊത്തണ്ട്. ഇവിടെ നിൽക്കാം. ഒരെണ്ണേ ഉള്ളൂ ഇപ്പോൾ. മതി വരുവോർക്കറിയാതെ. മറ്റേ നിങ്ങൾ പോയെന്ന് തോന്നണം. ഒരു 2-3 മിനിറ്റ് നിന്ന് നോക്കിക്ക് വരുമോയെന്നറിയാം. മറ്റേ നിങ്ങൾ വന്നു പലയിടത്തുനിന്നും മഞ്ഞുണ്ട്. അമ്മ എന്ത് സന്തോഷത്തോടു കൂടിയാ നോക്കി നിക്കണത്. അതെന്നാന്നോ, മരത്തിന്റെ ഇല പൊഴിയണതേ. കാറ്റ് വരുമ്പോ മുഴുവൻ ഇല പൊഴിഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ വേനൽക്കാലം. ഇന്ന് ഫെബ്രുവരി 20 ശനി അല്ലേ? മൈക്കുണ്ടല്ലോ അല്ലേ? മൈക്കുണ്ട്. ഓണം 20 ശനി രാവിലെ 11 മണി. അപ്പം രാവിലെ ഒരു കൂട്ടം കറി വെച്ചു. നോയമ്പുകാലം ആയതുകൊണ്ട് ഡെയിലി കറികളുടെ ആവശ്യമുണ്ട് വെക്കണത്. ചില വീടുകളിൽ എല്ലാ ദിവസവും കറികൾ വെക്കൂന്ന് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു എന്ത് ബുദ്ധിമുട്ടാണ് ഡെയിലി ഇങ്ങനെ കറികൾ ഉണ്ടാക്കണത്. ഇപ്പം ഞങ്ങൾ മോരുകറിയും സാമ്പാറും വെച്ചാൽ 2 ദിവസം കൂട്ടൂട്ടോ. ചാറ് എടുത്ത് വെക്കും, മാറ്റി വെക്കും. മീനുണ്ടെങ്കിൽ അല്ല. ഇനി ഞാൻ പറയണത് മുഴുവൻ കേട്ടെ. ഇനിയിപ്പോൾ 50 ദിവസത്തേക്ക്, ഇനിയിപ്പോൾ 45 ദിവസത്തേക്ക് അത് നടക്കൂല. അതുകൊണ്ട് ഡെയിലി തന്നെ കറികൾ വെക്കേണ്ടതായിട്ട് വന്നേക്കും. അപ്പം ഡെയിലി 2 കൂട്ടം കറി ഉണ്ടാക്കണം, 2-3 കൂട്ടം ഉണ്ടാക്കണവരുടെ കാര്യം ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. അപ്പം അതേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇല ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കണോ. പാലമരത്തേൽ ഇലയൊക്കെ പോയി തളിരി വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. പാലമരം ഇതുപോലെ തന്നെ ഒരു പാലമരം ഇന്നാൾ ഞങ്ങൾ എങ്ങാണ്ട് പോയപ്പോൾ വഴിയോരത്ത് ഉണ്ട്. ഇത്രയും വലിപ്പമില്ല, ഇതിന്റെ മുക്കാലും ഉണ്ട്. ഇത് പനമ്പള്ളി നഗറിലുണ്ട്. ഉണ്ടല്ലേ? ഇപ്പോഴും പൂട്ട് നിപ്പുണ്ട്. അല്ല, ഇത്രയും വലിപ്പമുണ്ടോ? ഇത്രയൊന്നുമില്ല. ഇതിന്റെ പകുതി ഉള്ളതാ ഞങ്ങള് കണ്ടത്. പക്ഷെ അതന്നെ ഇപ്പൊ പൂട്ട് നിക്കണേന്ന് അറിയില്ല. ദേ നമ്മള് ചെയ്യാൻ പോണത് അപ്പൊ കടച്ചക്ക മേടിച്ചോണ്ട് വന്നായിരുന്നു. ആ കടച്ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. മൈ ഫേവറേറ്റ്. മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അതിനിവിടെ ഞങ്ങൾ തൊണ്ടി എത്തിക്കൊണ്ട് അകത്തേക്ക് പോകാമെന്ന് ഓർത്തി. ഈ കടച്ചക്കയൊക്കെ ചെത്തുമ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ചക്കയുടെ പോലെ ഇല്ലെങ്കിലും വിളഞ്ഞീനുണ്ട് ഈ കറ. അതെ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം നമുക്ക് തൊണ്ടി എത്തി അകത്തേക്ക് പോകാം. നമ്മൾ കടച്ചക്ക എന്ന് പറയുമ്പോൾ പലർക്കും ശീമച്ചക്ക. അവര് കൂടുതൽ ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്നവരിൽ കൂടുതലും ശീമച്ചക്ക എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് ഇവിടെ. അപ്പൊ പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെയാ പറയണത് കടച്ചക്ക. ഇവിടെ ഒരപ്പരയുടെ അവിടെ ഒരു ചെറുത് നേരത്തെ ഉണ്ടായിരുന്നത് ഉണങ്ങിപ്പോയി. കുറെ അതിലുണ്ടായി, നല്ലതായിരുന്നു, ചെറിയ ചക്കയായിരുന്നു. പിന്നെ താഴെ ഒരു ബഡ് വെച്ചിട്ടുണ്ട്, അതിൽ 1-2 ഒക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകാൻ. അവിടുത്തെ വലിയ കടപ്ലാവ് കാലഹരണപ്പെട്ട് പോയി, വർഷങ്ങൾ പഴക്കമുള്ളത്. അത് അപ്പം അതിന് മുമ്പ് വലിയപ്പോൾ ഇതുപോലെ ചെറുതൊരെണ്ണം നട്ട് അതിൽ കാച്ചു തുടങ്ങി. കഴിഞ്ഞ കൊല്ലം 2 നോറ്റി ഉണ്ടായത് 1 നമുക്ക് തന്നു. കഴിഞ്ഞ കൊല്ലാണോ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലാണോ? അപ്പം ഞാൻ പറയുക ഇതിപ്പം മേടിച്ചതാട്ടോ. പച്ചക്കറി അച്ചിങ്ങയും ക്യാരറ്റും ഒക്കെ മേടിച്ചപ്പോൾ അവിടെ നിന്ന് ജോർജിൻ്റെ കടയിൽ നിന്നാണ് പറഞ്ഞു മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ചെത്തി ഇന്ന് ഉലർത്തണം. മിസ്സസ് ഒക്കെ ദേ അങ്ങോട്ട് നോക്കി, അവിടെയെല്ലാം നിറച്ച്. ഈ ടിട്ടുചാച്ചൻ വന്നപ്പോ പറഞ്ഞതേ അവിടെയൊക്കെ ഇല പൊഴിയുമ്പോഴല്ല, സ്പ്രിംഗ് സീസൺ വരുമ്പോ ഇങ്ങനെ ഓറഞ്ച് കളറിലെ ഇലകളാണ്. പറഞ്ഞായിരുന്നു, നല്ല രസമായിരുന്നു പറഞ്ഞു. ഇല പൊഴിയണ ശബ്ദം വരെ കേൾക്കാം. അമ്മാമ്മ പറയുമായിരുന്നു ഇങ്ങനെ പാർക്കിലൊക്കെ പോയി ഇരിക്കുമ്പോ ഇല ഇങ്ങനെ പൊഴിഞ്ഞോണ്ടേ ഇരിക്കും. അവിടെ ഇങ്ങനെ ഇത് കുറവല്ലേ, സാന്ദ്രത കുറവല്ലേ. ഇപ്പൊ അങ്ങനെ അതിന്റെ ശബ്ദം കേൾക്കണത് എന്ത് രസാല്ലേ. അമ്മ അതൊന്നും അങ്ങനെ കേൾക്കാറുണ്ട്. ഞാനത് ശ്രദ്ധിക്കൂല. എനിക്ക് ജനസാന്ദ്രത കുറവ് ഇഷ്ടമല്ല. എനിക്ക് ചുറ്റും പുറം നിറച്ച ആൾക്കാരും ഇങ്ങനെ ബഹളാല ആൾക്കാരും വർത്താനം ഒക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. എന്നെ സംബന്ധിച്ച് അതെ കയറ്റി ചെത്തണം. ചെത്തിയില്ല. ഇനി നമുക്ക് പിളർന്നേട്ട് അരിയാട്ടോ. അന്നേരം ഈ ഭാഗം മുട്ടിൻ്റെ ഭാഗം ചെത്തിക്കളയും. ഇതുണ്ട് മുഴുവൻ ഇതാ വിളങ്ങിയും പോലെ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സാധനം നല്ല രുചിയാ, ചക്കയുടെ ഒരു വകഭേദമല്ലേ അതാ. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ഒരുക്കുമ്പോഴേ ചക്കയുടെ ബുദ്ധിമുട്ട് പോലെ ഇല്ല കേട്ടോ. എന്നാലും ഈ കത്തിയും കൈയും ഇതാവും. വെളിച്ചെണ്ണ നോക്കണം, അതാ പ്രശ്നം.
പ്രകൃതിയോട് ഇത്രയും ഇണങ്ങി നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്ത് സുഖമുള്ള ഒരു ഫീലിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത്രയും ഇടതൂർന്ന മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിലും നല്ല ചൂട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു ഇളങ്കാറ്റുണ്ടായിരുന്നു, അത് സത്യമാണ്. ഒരു കടച്ചക്കയുടെ പകുതി പോർഷനും എടുത്തോളൂ. അങ്ങനെ എടുക്കാൻ ഒരു കാരണമുണ്ട്. അപ്പയ്ക്ക് തേങ്ങയിട്ട് പെരളം പോലെ ഉണ്ടാക്കണതാ ഇഷ്ടം. അപ്പൊ പകുതി അങ്ങനെ ഉണ്ടാക്കാന്ന് ഓർത്തു. അപ്പൊ പകുതി ചുമ്മാ വേവിച്ചു ഉലർത്താം. അപ്പൊ കടച്ചക്ക വേവ് എങ്ങനെയാന്ന് അറിയില്ലാത്തോണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. വെള്ളം എന്തായാലും ഒഴിക്കണം, ഇതിന്റെ വേവ് അറിയില്ല, മേടിക്കണതല്ലേ, നമുക്ക് വേവ് അറിയില്ല. അപ്പൊ ഉപ്പിട്ടു, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 3 വിസിൽ എന്തായാലും നമുക്ക് അടുപ്പിക്കാം കേട്ടോ. അടുപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കി വെച്ച് ഉലർത്താം കേട്ടോ. ഉലർത്താൻ വെളുത്തുള്ളി, ചുമന്നുള്ളി, വേപ്പില. ഓക്കെ. അപ്പൊ എല്ലാരും ഒക്കെ ഉച്ചത്തേക്കുള്ള പരിപാടിയായിരിക്കും 11:25. അങ്ങോത്തലി കറി മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ഉലർത്തുമുണ്ട്, പിക്കിളും ഉണ്ട്, അത്രേ ഉള്ളൂ കറി. സാധാരണ എപ്പോഴും 2 കൂട്ടം കറിയേ ഉണ്ടാവാറുള്ളൂ. പിന്നെ പിക്കിളോ ചമ്മന്തി ഏതെങ്കിലും ഉണ്ടാവും. നാളെ നമുക്കേ മാങ്ങാഞ്ചി പറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതായതുകൊണ്ട് ഈ നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് ഡെയിലി തന്നെ കറികൾ. സാമ്പാർ വയ്ക്കുമ്പോൾ 2 ദിവസത്തേക്ക് വെക്കും, മോരുകറിയും 2 ദിവസത്തേക്ക് ഉണ്ടാവും. ബാക്കി ചാറുകറിയൊക്കെ അന്നന്ന് തീരണായിരിക്കും. അമ്മയുടെ നൊയമ്പ് കറികളൊക്കെ ഏതൊക്കെയാന്ന് പലരും ചോദിക്കണ്ട്. അത് ഇതിലുണ്ടല്ലോ വീഡിയോ, അല്ല ഓരോ ദിവസം കാണാൻ ഇഷ്ടമാണ്. അത് ഓരോ ദിവസം ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞില്ലേ, ഈ വീക്കെൻഡിൽ എല്ലാ ദിവസവും നമ്മള് ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പരിപ്പും തക്കാളിയും കൂടെ ചാറ് വെക്കും. പിന്നെ ഞാൻ പറഞ്ഞുതരാം, പരിപ്പും തക്കാളിയും ചാറ് വെക്കും. ഇനിയിപ്പോ ചക്കക്കുരു ആയി കഴിഞ്ഞാൽ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും വെക്കും. വെന്തു ഇനി ഉലർത്തി കഴിയുമ്പോൾ ആയിക്കോളും. വെന്തു. ഇനി നമുക്ക് ഉലർത്താം. ഉലർത്താൻ 2 തരം ഉള്ളി ഇതേ ഞാൻ ഇതിലേക്ക് ഇട്ടു. 2 തരം ഉള്ളി, ഇച്ചിരി വേപ്പില ഇടാം കേട്ടോ. ഉപ്പ് കുറവുണ്ട്, അത് ഉലർത്തുമ്പോൾ ചേർക്കാം. അപ്പം ഞാൻ ചതച്ചെടുക്കട്ടെ. എന്നാ ചതച്ച് ചീനിച്ചട്ടി ഇനി എടുത്തുകൊണ്ട് വരാം. ഇപ്പം 2 തരം ഉള്ളി വേപ്പില ഇട്ട് മൂത്ത് വന്നു. ഇനി മുളക് പൊടി ഇട്ട് നമുക്ക് ഉലർത്താം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തത് കൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണില്ല. ഉപ്പിന്റെ ഇച്ചിരി പോരായി ഉണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മാനേജ് ചെയ്യാം. കുറച്ച് പോരായി ഉള്ളൂ. പൊടിയുപ്പിടാൻ മറ്റേ കലക്കി വെക്കണം. മറ്റേ ഉപ്പ് കലക്കി ഇത് തീർന്നിരിക്കും. അതാ ഈ ഗ്യാസിന്റെ നമുക്ക് ആ ബർണറിന്റെ അത് എടുത്ത് വെക്കാം കേട്ടോ. ഫാൻ കിടക്കുമ്പോ ഗ്യാസ് സേവർ ബർണർ സ്റ്റാൻഡ്. ഇനി എന്തായാലും കണ്ടിന്യൂസ് നമുക്ക് ഫാൻ ആയിരിക്കും. ഫാൻ ഇല്ലാതെ ഇനി കുറച്ചു നേരം പോലും ഇവിടെ നിൽക്കാൻ പറ്റൂല, ഒട്ടും പറ്റൂല. ഉഷ്ണേന ശാന്തി. അമ്മ പറഞ്ഞ പോലെ ശിവരാത്രിക്ക് ശേഷം വീജാമ്പാളം എടുക്കേണ്ട അവസ്ഥയായി. പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞത് ശമ്പളം എടുക്കണോന്ന്. അത് കറക്റ്റാ. അവര് പറഞ്ഞതിലൊക്കെ അർത്ഥമുണ്ടല്ലോ മോനെ. ആരും അത് ഗവനിക്കൂലായിരുന്നല്ലോ. അതെ, ഗൗനിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോ ചിലപ്പോ ഗൗനിക്കും. വെറുതെ നടക്കുമ്പോ ആരും ഗൗനിക്കില്ല, ശ്രദ്ധിക്കില്ല. ഇട്ടോ വെള്ളം അതിലുണ്ടായിരുന്നു, അത് വറ്റിച്ചോളും. മൈ ഫേവറേറ്റ് കറിയാണ് ഇത്. പക്ഷേ കടച്ചക്ക ഇച്ചിരി മൂപ്പൊക്കെ കുറവുണ്ട് കേട്ടോ. ഫ്രഷ് ഒന്നും അല്ല, ഇച്ചിരി മൂപ്പ് കുറവുണ്ട് കടച്ചക്ക. ഇപ്പൊ ആയി വന്നല്ലേ ഉള്ളൂ. അതാ നാടൻ ആണെന്നാ പറഞ്ഞത്. അതുകൊണ്ടും കാര്യമില്ല. മൂപ്പൊക്കെ എന്തും സീസൺ ആയി വരുമ്പോ അതിന്റേതായ പാകപ്പിഴകൾ ഉണ്ടാവും. അതിപ്പോ ആരുടെയും കുറ്റാലല്ലോ. ഉപ്പൊക്കെ കറക്റ്റാ. ഉപ്പ് കറക്റ്റാ. ഞാൻ പലതവണ എടുത്ത് നോക്കിയായിരുന്നു. അല്ല, അധികം എടുത്തിട്ടില്ലല്ലോ ഇതിന്ന്. എന്നാലും കുറച്ചേ എടുത്തോളൂ. പിന്നെ ഞാൻ ഒരു കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കി കുടിച്ചു. അതുകൊണ്ട് നീ ഹെൽത്തി ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ സ്മൂത്തിക്ക് ഉപയോഗിക്കുന്ന ആ ഡ്രൈ നട്ട്സ് പൗഡർ ഇട്ടിട്ട് പിന്നെ ഡേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ചു. വയറ് ഫുള്ളാവാൻ ഫില്ലായിട്ടിരിക്കും. എന്നാ അധികം ഫാറ്റിയും അല്ല. അപ്പൊ അതൊക്കെ പോട്ടെ, ഇവനാണ് താരം. കേട്ടോ, ഇന്നത്തെ താരം. ഇറ്റ്സ് വെരി ഡെലീഷ്യസ്, പറയാതിരിക്കാൻ വയ്യ. രുചിയുണ്ട്. അധികം വെന്തിട്ടില്ലെങ്കിലും മൂപ്പധികം കുറവില്ലാന്ന് എനിക്ക് തോന്നണേ. ചെത്തുമ്പോ ഈ കയ്യിലൊക്കെ ഇത് പറ്റുന്നോണ്ട് മഹാ ഇറിറ്റേഷൻ നമുക്ക്. ചെത്ത് ഞാൻ കൈ പിന്നെ കത്തിയും കയ്യും എല്ലാം വെളിച്ചെണ്ണ തൂത്ത് ശരിയാക്കി. അങ്ങനെ നമ്പർ 1. അങ്ങനെ മറ്റു കറികളെല്ലാം വിളമ്പി ഞാൻ ദേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കേട്ടോ. കടച്ചക്ക എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കടച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒട്ടുമിക്ക കറികളും എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം മെഴുക്കുവരട്ടിയാണ്. അപ്പം ഈയിടെയായിട്ട് പറയുന്നുണ്ടായിരുന്നു പെരളൻ നല്ലതാന്ന്.
നമ്മൾ കൂടുതലും മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. പിന്നെ കടച്ചക്കയുടെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിലയാണ്, സീസണായി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 130 അങ്ങനെ എന്തോ ആണ് അപ്പോൾ റേറ്റ് പറഞ്ഞത് കേട്ടോ. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ നല്ല റേറ്റ് ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടച്ചക്ക മെഴുക്കുവരട്ടി ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ.